മനുഷ്യൻ പേടിച്ചു പോയി രാവിലെ തന്നെ. നിന്നെ ഞാൻ എവിടെ പോയി? എടാ ഇക്രു, നീ പോയാ? ആ ഏന്റി, ഞാൻ പോയി. എവിടെ ഉണ്ടായിരുന്നോ? നീ ഇങ്ങനെ ഒളിച്ചു കളിക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഏന്റി എന്തിനാ രാവിലെ തന്നെ എന്നോട് ഞാൻ ചൂടാവുന്നത്? ആഹാ, നിന്റോടാരാ രാവിലെ തന്നെ എന്നെ വന്നിട്ട് പേടിപ്പിക്കുവാൻ പറഞ്ഞത്? അതിന് ഞാൻ പേടിപ്പിച്ചതാണോ? ഞാൻ ഏന്റിയെ വിളിക്കാൻ വന്നതല്ലേ. ആഹാ, ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നതിനാണോ നീ വിളിക്കാൻ വന്നതെന്ന് പറയുന്നത്? നിന്റെ പല്ല് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വല്ല ഭൂതവുമാണെന്നാ. മനുഷ്യനെ പേടിപ്പിക്കുകയും ചെയ്തിട്ട് അവൻ പ്രസംഗിക്കുന്നു. ശരിക്കും ഞാൻ ഏന്റിയെ പേടിപ്പിക്കുവാൻ വന്നതല്ല, വിളിക്കാൻ വന്നതാ. മിണ്ടറേ, നീ മിണ്ടി പോകരുത്. നിന്നെ കാണുമ്പോൾ ചവിട്ടി തെറിപ്പിക്കുവാൻ എനിക്ക് തോന്നുന്നത്. മനുഷ്യനെ പേടിപ്പിക്കുവാൻ വന്നിട്ട് അവൻ കളവ് പറയുന്നു, വിളിക്കാൻ വന്നതാണെന്ന്. കളവല്ല, സത്യ, ഞാൻ ഏന്റിയെ വിളിക്കാൻ വന്നതാ. എന്നെന്തിനാടാ നീ രാവിലെ തന്നെ വിളിക്കുന്നത്? അത് സ്കൂളിൽ പോകുവാൻ വേണ്ടി. സ്കൂളിലാ? സ്കൂളിൽ പോകുവാൻ ഞാനെന്താ RKG കുട്ടിയാ? RKG കുട്ടിയാ? LKG കുട്ടി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. RKG കുട്ടി എന്നല്ല ഏന്റി, LKG കുട്ടി എന്ന് പറ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാനെന്തിനാ സ്കൂളിൽ പോകുന്നത്? അത് പിന്നെ കഴിഞ്ഞ ദിവസം ഏന്റിയോട് പ്രിൻസിപ്പൽ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ പരിപാടി ഉണ്ടെന്ന്. അന്ന് ഏന്റിയോട് സ്കൂളിൽ വരണമെന്ന്. അത് ഇന്നാണ് ആ പരിപാടി. അതുകൊണ്ട് ഏന്റി സ്കൂളിൽ വരുന്നില്ല എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ. ചിരിച്ചതായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എന്താടാ? അല്ല, ഏന്റി ഇതിങ്ങനെ ചിരിക്കുന്നത്? അല്ലടാ, നിന്റെ സ്കൂളിൽ ഞാൻ ആഗസ്റ്റ് ആയിട്ട് വരണ്ടേ? എന്ത് ആഗസ്റ്റ് ആയിട്ട് വരണ്ടേ എന്ന്? നിങ്ങൾ വരണ്ടേ ഏന്റി? എന്താടാ ഇങ്ങളെന്താ ഇപ്പോൾ പറഞ്ഞത്? ആഗസ്റ്റ് ആയിട്ട് വരണമെന്ന്? ആഗസ്റ്റ് അല്ല, സെപ്റ്റംബറാ. ഇങ്ങനത്തെ മണ്ടത്തരം പറയുന്നാണെങ്കിൽ നിങ്ങൾ ഹൈസ്കൂളിന്റെ പരിസരത്ത് വരണ്ട കേട്ടാ. അതിന് ഞാനൊന്നും മണ്ടത്തരമല്ലല്ലോ പറഞ്ഞത്. ആഗസ്റ്റ് ആയിട്ട് വരണമെന്നല്ലേ? ആഗസ്റ്റ് അല്ല, ഗസ്റ്റ് ആയിട്ട് സ്കൂളിലേക്ക് വരാനാ പ്രിൻസിപ്പൽ നിങ്ങളോട് പറഞ്ഞത്. വായി തുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം പറയൂ. അതിന് മാത്രമുള്ള മണ്ടത്തരമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എടാ ചെറുക്ക, അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഗസ്റ്റിന് ആഗസ്റ്റ് എന്ന് പറഞ്ഞത് മണ്ടത്തരമല്ലേ? ഗസ്റ്റിന്റെ കൂടെ ഞാൻ വെറും ആ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, അല്ലാണ്ട് ഇതൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതൊക്കെ പഠിച്ചാ ഇതിപ്പോ? നീ എന്ന് വിചാരിച്ചത് ഞാൻ നിന്നെ പോലെ ഒരു കുന്തോ മറിഞ്ഞൂടാത്ത ആളാണെന്നോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഇംഗ്ലീഷ് നിനക്കിപ്പോൾ പറയാൻ പറ്റുമോ? അത് ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ എന്നും കൂടി എനിക്കറിയില്ല. എന്നാൽ പഠിച്ചോ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് അസ്കരമാലയാണ്. അസ്കരമാലയല്ല, അക്ഷരമാല. അത് തന്നെ, അതും വെറും അസ്കരമാലയല്ല, ഇംഗ്ലീഷ് അസ്കരമാല. അപ്പോൾ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ എന്നൊന്നും പഠിച്ചില്ലല്ലേ? നീ എന്താടാ അങ്ങോട്ടൊക്കെ പിറുപിറുക്കുന്നത്? നിനക്കെന്നോട് അസൂയ ഉണ്ടാകുംല്ലേ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് കേട്ടിട്ട്? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് ഇംഗ്ലീഷ് ആണെന്ന്? അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? ഇതൊക്കെ എനിക്ക് നിന്റെ സ്കൂളിൽ പോയിട്ട് പറയേണ്ടതാണ്. എന്ത്, സ്കൂളിൽ വന്നിട്ട് പറയേണ്ടതാണെന്നോ? അതെ, നിന്റെ സ്കൂളിൽ വന്നിട്ട് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കഷ്ടപ്പെട്ട് പഠിച്ചത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും സ്കൂളിൽ പോയി പറയല്ലേ, ഞാൻ നാണം കെടും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ അക്ഷരമാലയില്ലേ, അത് ഇംഗ്ലീഷ് അക്ഷരമാലയല്ല, മലയാളം അക്ഷരമാലയാ. മലയാള? അതപ്പോ മലയാളത്തിലേക്ക് മാറ്റിയത്? മലയാളത്തിലേക്ക് മാറ്റിയതൊന്നുമല്ല, അത് പണ്ടേ മലയാളം തന്നെയാ. അപ്പോൾ മലയാളത്തിൽ എന്നുള്ള അക്ഷരമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഋഷി എന്നൊന്നും പറയാറില്ലേ? ഇല്ല, ഞാൻ കൃഷി എന്നാ പറയാറുള്ളൂ. ഋഷി എന്ന് പറയേണ്ട സ്ഥലത്ത് ഋഷി എന്ന് തന്നെ പറയണ്ടേ? അതിന് ഞാൻ ഇതുവരെ ഋഷി എന്ന് പറഞ്ഞിട്ടില്ലടാ. വെറുതെ ആരെങ്കിലും ഋഷി എന്ന് പറയുമോ? അതിന് അവസരം വേണ്ടേ? നിങ്ങളോട് സംസാരിക്കുവാൻ ഞാനില്ല, എനിക്ക് സ്കൂളിൽ പോകണം. എനിക്കും സ്കൂളിൽ പോകണം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇങ്ങനെ മണ്ടത്തരം പറയുന്നതാണെങ്കിൽ നിങ്ങൾ സ്കൂളിന്റെ പരിസരത്തേ വരണ്ട, മനസ്സിലായാ? ഒന്ന് പോടാ അവിടുന്ന്, നീ ആ മണ്ടത്തരം പറയുന്നത്, ഞാനൊന്നും പറയുന്നില്ല. നിൽക്കടാ, ഞാനും ഉണ്ട്. വേഗം പോയിട്ട് മൊഞ്ചായിട്ട് സ്കൂളിൽ പോകാം. ഞാൻ ഇത്രയും സമയം കിടക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്, അതെന്നോട് മറന്നുപോയിനി. ഭാഗ്യം, ആരും കണ്ടില്ല, വേഗം പോയേക്കാം.
മമ്മി ഞാൻ പോകുന്നേ ബൈ. എടാ ഇക്രു അവിടെ നിൽക്ക്. എന്താ മമ്മി? നീ ഇതെവിടെയാ പോകുന്നത്? ഇതെന്ത് ചോദ്യാ മമ്മി? എനിക്ക് സ്കൂളിൽ പോകണ്ടേ? ബാഗും ബുക്കൊന്നും ഇല്ലാതെയാണ് നീ സ്കൂളിൽ പോകുന്നത്? ഓ എന്റെ മമ്മിയോട് മറന്നു പോയോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം ആണെന്ന്. ആ പറയുമ്പോൾ പ്രോഗ്രാം ആണെന്നില്ലേ? എന്നോട് മറന്നു പോയതാടാ. അല്ല നീ എങ്ങനെയാ പോകുന്നത്? ഞാൻ സ്കൂൾ ബസ്സിൽ തന്നെ. ഇന്ന് ബസ്സുണ്ടോ? ആ മമ്മി ബസ്സൊക്കെ ഉണ്ട്. ബുക്കും ബാഗൊന്നും വേണ്ട എന്നേ ഉള്ളൂ. അല്ല ഇന്ന് നിന്റെ ഏന്റിയും സ്കൂളിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ആ വരുമെന്നാ പറഞ്ഞത്. ഇനി അവിടെ വന്നിട്ട് എന്നെ നാണം കെടുത്തുമോന്ന് എന്റെ പേടി. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. എന്നാ ബാടാ ഇക്രു നമുക്ക് പോകാം. നീ എന്താണ് ഇങ്ങനെ വായും പൊളിഞ്ഞു നിൽക്കുന്നത്? അങ്ങ് നടക്ക്. അല്ല എവിടത്തേക്ക് നടക്കുന്നേ? സ്കൂളിലേക്ക് തന്നെ, അല്ലാണ്ട് വേറെ എവിടത്തേക്കാ? അല്ല കുഞ്ഞാമി നീ ഇപ്പോൾ തന്നെയാണോ പോകുന്നത്? അത് തന്നെ. നിങ്ങൾ ഇപ്പോൾ തന്നെയാണോ വരുന്നത്? പിന്നെ ഇപ്പോഴുള്ള പരിപാടിക്ക് ഇപ്പോഴല്ലാണ്ട് നാളെയാണോ പോകേണ്ടത്? ഓ ഏന്റി പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങൂ. നിങ്ങൾ ഇപ്പോഴേ വരണ്ട. ഗസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഇപ്പോൾ തന്നെ വരും. മമ്മി നോക്ക് മമ്മി, ഈ ഏന്റിയോട് ഇപ്പോഴേ വരണ്ട എന്ന് പറ. ഈ ഏന്റി വന്നാൽ എന്നെ നാണം കെടുത്തും. ഡാ ചെറുക്ക, ഞാൻ എന്തിനാണ് നിന്നെ നാണം കെടുത്തുന്നത്? ഞാൻ വെറുതെ കയറി വരുന്നതല്ല. എന്നെ നിന്റെ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ക്ഷണിച്ചിട്ട് വരുന്നതാ. ഞാൻ സ്കൂളിൽ വരുന്നത് കൊണ്ട് നീ അഭിമാനിക്കേ. എന്തിനി? നിന്റെ ഏന്റി അല്ലേ സ്കൂളിൽ ആഗസ്റ്റ് ആയിട്ട് വരുന്നത്? ആഗസ്റ്റ് അല്ലേ, ഗസ്റ്റ് ആണേ. ആ അത് തന്നെ, ഗസ്റ്റ് ആയിട്ട് വരുന്നത്. കണ്ട മമ്മി, ഇതുപോലത്തെ ഓരോ മണ്ടത്തരം അവിടെ വന്നിട്ട് പറയുക. അതെന്തോട് തെറ്റിപ്പോയതാടാ. അത് നീ കാര്യമാക്കണ്ട. നീ നോക്കിക്കോ, ഞാൻ ഇന്ന് സ്കൂളിൽ വന്നിട്ട് പൊളിക്കും. അവിടെയുള്ള കുട്ടികൾ നിങ്ങളുടെ നടു പൊളിക്കാതിരുന്നാൽ മതി. എന്ത്? നീ എന്തെങ്കിലും പറഞ്ഞിനാ? ഇല്ല. എന്നാൽ രമണി ഞാൻ പോകുന്ന ബൈ. അമ്മി എന്താടാ? ഏന്റി എന്നെ നാണം കെടുത്തുമോ മമ്മി? ഇല്ലടാ നീ പോട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഏന്റി കാരണം ഇന്ന് നാണം കെടുമെന്നാ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ ഓരോന്ന് പറയണ്ട, ധൈര്യമായിട്ട് പോട്. എന്നാൽ ഓക്കെ മമ്മി ഞാൻ പോകുന്നു. പോയി വാ മോനെ. വേഗം പോകാം. സ്കൂളിലത്തെ പരിപാടി ഇപ്പോൾ തുടങ്ങും. എനിക്കിങ്ങനെ നിൽക്കാനൊന്നും നേരെയില്ല. ഞാനിപ്പോൾ വലിയ ആളാ. എന്തെന്ന്? വലിയ ആളാന്ന്. അതുകൊണ്ടല്ലേ നിന്റെ സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ചത്. അല്ല നിങ്ങൾ എങ്ങനെയാ ഈ വലിയ ആളായത്? അത് ആ കോലിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കൊണ്ട്. മണ്ണാങ്കട്ടയാ. ആ കോലിയെ നായി കടിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് ആ നായിയുടെ മേത്ത് വീണു. അപ്പോൾ ആ നായി പേടിച്ചോടി. അങ്ങനെയല്ലേ ശരിക്കും സംഭവിച്ചത്? എന്നിട്ട് പറയുക സാഹസികമായി രക്ഷപ്പെടുത്തിയെന്ന്. അത് പിന്നെ നീ ഇതാരോടും പറയല്ലേ പ്ലീസ്. അധികം ഓവറാക്കിയാൽ ഞാൻ ഇതെല്ലാവരോടും പറയും, മനസ്സിലായാ? ഓ ഞാൻ ഓവറാക്കില്ലടാ. പിന്നെ ഒരു കാര്യം, എന്നെ സ്കൂളിൽ വെച്ച് നാണം കെടുത്തിയാൽ നിങ്ങൾ വിവരം അറിയും, മനസ്സിലായാ? ഞാൻ നിന്നെ നാണം കെടുത്തുകയൊന്നുമില്ലടാ. അതിനുള്ള സാധനം എന്റെ അടുത്തുണ്ട്. എന്ത്? എന്റെ അടുത്തൊരു സാധനം ഉണ്ടടാ. അതും എടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് ഞാൻ വെച്ചാൽ നീ ഒരിക്കലും നാണം കെടില്ല. അതെന്ത് സാധന? ഇതാ കണ്ടടാ. ഞാൻ ഈ കണ്ണടയം വെച്ചിട്ട് നിന്റെ സ്കൂളിൽ ഒരു നടത്തം അങ്ങ് നടക്കും. അപ്പോൾ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ നിനക്ക് അഭിമാനിക്കാം, ഇത് നിന്റെ ഏന്റിയാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ഏന്റി. ആ അങ്ങനെ തന്നെ പറഞ്ഞോ, എന്റെ ഏന്റീന്ന്. അപ്പോൾ നിന്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാകും ഇത് നിന്റെ ഏന്റിയാണെന്ന്. ഓ ഞാനിങ്ങനെ കണ്ണടയും വെച്ചൊക്കെ പോകുമ്പോൾ നീ പാട്ടൊക്കെ പാടുന്നുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഞാൻ ഈ കണ്ണട മാറ്റി വെച്ചു. ഇനി സ്കൂളിൽ നിന്നേ ഇടുന്നുള്ളൂ. വേഗം വാ, ഇപ്പോൾ ബസ് വരും. ഈ പെണ്ണുങ്ങൾ എന്നെ ഇന്ന് നാറ്റിച്ചു കൊല്ലും. വേഗം വാന്നൊക്കെ പറഞ്ഞ് ഇവരിത് എവിടത്തേക്കാ പോകുന്നത്? ഇവരെ ആ ബസ്സിൽ കയറ്റില്ലല്ലോ. കുട്ടികൾ മാത്രമല്ലേ സ്കൂൾ ബസ്സിൽ കയറ്റൂ. ഇനിയിപ്പോൾ എന്തൊക്കെയാ ഇവർ കാണിക്കുക? അവിടെ നിൽക്ക്. ഈ വണ്ടി എന്താ വരാത്തത്? വെയില് കൊണ്ട് ഞാനിപ്പോൾ കറുത്തു പോകും. പൗഡറൊക്കെ ഇട്ടിട്ട് എന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ വെയില് കാരണം പോകുമെന്നാ തോന്നുന്നത്. ആ നമ്മളെ ബസ് വരുന്നുണ്ട്. ആദ്യമായിട്ടാ ഞാൻ സ്കൂൾ ബസ് കയറിയിട്ട് സ്കൂളിൽ പോകുന്നത്. എന്താടാ ചെറുക്ക ഇതിനിങ്ങനെ നിൽക്കുന്നത്? അത് ഇവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലയിലേറ്റി. അതല്ല ഏന്റിന്റെ ഉദ്ദേശം എന്നാ, ബസ്സിൽ കയറി പോകാമെന്നോ? ആ എന്താ നിങ്ങളെന്ന് വിചാരിക്കുന്നത്? നിങ്ങളെ ബസ്സിൽ കയറ്റുന്ന നിങ്ങളങ്ങനെ വെറുതെ വിചാരിക്കണ്ട. നിങ്ങളെ ബസ്സിൽ കയറ്റില്ല. അതൊന്നും തന്നെ ബസ്സിൽ കയറ്റാത്തത്? നിന്നെ കയറ്റുന്നുണ്ടല്ലോ. ഞാൻ സ്റ്റുഡന്റ് അല്ലേ? ആ ഞാൻ കൂടെ ഉണ്ട്. നിങ്ങളെന്നാ പറയുന്നത്? എന്താണ് ചെറുക്ക ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ കുറെ സമയമല്ല പിരിപിരിന്ന് പറയുന്നത്. അതാ ബസ് വരുന്നുണ്ട്. നീ എന്റെ കൂടെ ബസ്സിൽ വരുന്നോ അല്ലെങ്കിൽ നടന്നിട്ട് വരുന്നോ?
ഞാൻ ബസ്സിൽ പോയിക്കോളും. ഏന്റി ഇപ്പോൾ നടന്നിട്ട് വരിക. ഒന്ന് പോടാ ചെറുക്ക അവിടുന്ന്. ഈ ബസ്സിങ് എത്തിയില്ലേ? ആ നിർത്ത് 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 നിർത്ത്. നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? ബസിന്റെ മുന്നിൽ ചാടിയിട്ടാണോ നിങ്ങളുടെ ഡാൻസ്? ഞാൻ ഡാൻസ് കളിച്ചതില്ല. പിന്നെ നടു റോട്ടിൽ നിന്നിട്ട് നിങ്ങൾ എന്താണ് കളിക്കുന്നത്? അത് ഞാൻ ബസ് നിർത്താൻ പറഞ്ഞതാ. ഇപ്പോൾ ബസ് കുത്തിയിട്ട് നിങ്ങളൊരു പണിയായനെ. എന്തോ ഒരു ഭാഗ്യത്തിലെ രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. എടാ, താൻ ബ്രേക്ക് പിടിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ബാക്കോട്ടേക്ക് ഓടിയതുകൊണ്ടാ. ഇത് പെണ്ണുങ്ങളെ അധികം പറയാൻ നിൽക്കണ്ട. ബസിന്റെ മുന്നിൽ ചാടി ഡിസ്കോ ഡാൻസ് കളിച്ചോ പോരേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് പ്രസംഗിക്കുന്ന. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? തുടങ്ങുന്നുണ്ട്. ഏന്റി നിങ്ങളൊന്ന് ബായ് പൂട്ടി നിൽക്കണേ. ചെറുക്ക, നീ ആദ്യം ബായ് പൂട്ട്. ഇവനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഞാൻ ആരാണെന്ന്. എടാ ചെറുക്ക, ഈ പെണ്ണുങ്ങൾ നിന്റെ ആരാ? അത് ചേട്ടാ, ഇതെന്റെ ഏന്റിയാണ്. ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നീ ആദ്യം ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇവർ മേടിക്കും. എടാ ചെറുക്ക, നീ ആദ്യം ഇയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഇയാൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അതെന്തായാലും ഉണ്ടാകില്ല. എന്ത്? ഈന്റി നിങ്ങൾ വെറുതെ അയാളടുത്തൊന്ന് മേടിക്കണ്ട. ഇങ്ങക്ക് അയാൾക്കിട്ട് കൊടുക്കാൻ പോയിട്ട് അയാളെ തൊടാൻ പോലും പറ്റില്ല. ഇവിടെ ചെറുക്ക, നീ നിന്നെ കൊണ്ട് വിചാരിച്ചത് ഞാൻ വെറും പേടിത്തൊണ്ടിയാണെന്നോ? ഏന്റിക്ക് അയാൾ ആരാണെന്ന് അറിയാമോ? അയാൾ നിന്റെ ബസ് ഡ്രൈവർ തന്നെ, അല്ലാണ്ട് വേറെ ആരാ? ബസ് ഡ്രൈവർ ഒക്കെ തന്നെ, പക്ഷെ അത് മാത്രമല്ല അയാൾ. പിന്നെ എന്തെന്നാ? അയാൾ കരാട്ട മാസ്റ്ററാണ്, കരാട്ട മാസ്റ്റർ. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കടാ. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഞാൻ ആരാണെന്ന്? ഞാൻ മാസ്റ്ററാണ്, മാസ്റ്റർ. അതും വെറും മാസ്റ്റർ അല്ല, കരാട്ട മാസ്റ്റർ. എന്താ ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നത്? അട്ടം നോക്കി നിന്നതൊന്നുമല്ല, ഞാൻ എണ്ണി നോക്കിയതാ. എന്ത്? ക്യാരറ്റ് തന്നെ. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വാങ്ങുന്ന ക്യാരറ്റ് മുഴുവനും കെട്ടുപോയിട്ടാണ് കിട്ടുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചിക്ക് ഇതിന്റെ ആളെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 പറയണമെന്ന്. അപ്പോൾ താനാണ് ഇതിന്റെ മാസ്റ്റർ അല്ലേ? ഇവരെന്താ പറയുന്നത്? താനല്ലടോ പറഞ്ഞത് താൻ ക്യാരറ്റ് മാസ്റ്റർ ആണെന്ന്. താടോ, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് വാങ്ങിയ ക്യാരറ്റിന്റെ പൈസ അല്ലെങ്കിൽ തിരിച്ചതാ. ക്യാരറ്റ് മാസ്റ്റർ അല്ല. എടാ ചെറുക്ക, ബായ് പൂട്ടി നിൽക്ക്. ഇയാൾ കെട്ടുപൊഴുത്ത ക്യാരറ്റ് ഒക്കെ വിറ്റിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. എടാ, മര്യാദയ്ക്ക് എന്റെ പൈസ ഇങ്ങ് തിരിച്ചു തന്നോ. എടാ ചെറുക്ക, താൻ ഈ പെണ്ണുങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്ക്. എനക്കാരും മനസ്സിലാക്കി തരണ്ട. താൻ മര്യാദയ്ക്ക് എന്റെ പൈസ എടുക്കടാ. എന്നിട്ട് പോയാൽ മതി തന്റെ ഈ മഞ്ഞക്കിളി പോലത്തെ ബസ്സും എടുത്തിട്ട്. എടാ, നിന്റോടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും പോലെ ക്യാരറ്റ് മാസ്റ്റർ എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. കരാട്ട മാസ്റ്റർ എന്നാ. കരയാത്ത മാസ്റ്ററാ. അതെന്താ ഇവൻ കരയാത്തത്? വേദനയായാൽ ഏത് കരയാത്ത മാസ്റ്ററും കരഞ്ഞു പോകും. നീ പോയിട്ട് ഒരു വലിയ വടി എടുത്തിട്ട് വാ. ഇയാൾ കരയുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാലോ. കുട്ടികളെ കരയാത്ത മാസ്റ്റർ എന്നും പറഞ്ഞ് പറ്റിക്കുന്നു. ഇയാൾ തലക്കെട്ടിട്ട് തന്നെ 2 കൊടുക്കണം. എടാ, നീ എന്തെങ്കിലും വായുമ്പോൾ നിൽക്കുന്നത്? പോയി വടി എടുത്തിട്ട് വാ. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ എന്റെ തല അടിച്ച് പൊട്ടിക്കുമെന്നാ തോന്നുന്നത്. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് സമാധാനത്തോടെ കേൾക്കാൻ പറ്റുമോ? ഞാൻ ക്യാരറ്റ് മാസ്റ്റർ എന്നല്ല പറഞ്ഞത്, കരയാത്ത മാസ്റ്റർ എന്നുമല്ല പറഞ്ഞത്. പിന്നെ എന്ത് കുന്താടാ? കരാട്ട മാസ്റ്റർ. എന്താ? എനിക്ക് ഇപ്പോഴാ ഓർമ്മയായത്. ഈ വാക്ക് ഞാൻ എവിടെയോ കേട്ടിന്, പക്ഷെ അത് എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അത് തന്നെ ഏന്റി, ഞാൻ വൈകുന്നേരം ഒരു ക്ലാസ്സിന് പോക്കില്ലേ? ട്യൂഷൻ ക്ലാസ്സിന്. ട്യൂഷൻ ക്ലാസ് അല്ല, ട്യൂഷൻ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ക്ലാസ്സിന് പോകുന്നില്ലേ? ഈ ടിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാനൊക്കെ പഠിക്കുന്ന ക്ലാസ്സിന്. അതാണ് കരാട്ടെ. അത് പഠിപ്പിച്ചു തരുന്ന മാസ്റ്ററെയാണ് കരാട്ട മാസ്റ്റർ എന്ന് പറയുന്നത്. ഓഹോ, അങ്ങനെയായിരുന്നോ? അപ്പോൾ ഇയാളാണോ ആ മാസ്റ്റർ? എന്റെ പെണ്ണുങ്ങളെ, ഞാനല്ല. ഞാൻ ഇപ്പൊ ആരെയും പഠിപ്പിക്കുന്നില്ല. പണ്ടായിരുന്നു മാസ്റ്റർ. ഇയാൾ പണ്ടത്തെ കരാട്ട മാസ്റ്ററാണ്. ഇപ്പോൾ ഇയാൾ ബസ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. അത് തനിക്ക് ആദ്യമേ വായി തുറന്നങ്ങ് പറഞ്ഞാൽ പോരടോ. എന്താടാ, വെറുതെ അയാളോട് ചൂടാവേണ്ട. അയാൾ പണ്ടത്തെ കരാട്ട മാസ്റ്ററാണേ. അതിന് എനിക്കെന്താ? കരാട്ട എന്താണെന്ന് എനിക്ക് മനസ്സിലായതല്ലേ. ടിഷ്യൻ എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നതാണേ. വെറുതെ അയാളെ കയ്യിൽ നിന്ന് മടി മേടിക്കണ്ട. പറയുമ്പോൾ അത് ശരിയാണല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അടി മേടിക്കണ്ട. വേഗം ബസ്സിൽ കയറിയിരിക്കാം. ഒന്നുമില്ല. എന്നാൽ ഞാനങ്ങ് പോട്ടെ. നിങ്ങൾ പോട്. എന്നാൽ മാറി നിൽക്ക്, ഞാൻ പോയി ബസ്സിൽ കയറട്ടെ. അല്ല, ഏത് ബസ്സില്? തന്റെ ഈ മഞ്ഞക്കിളി ബസ്സിൽ തന്നെ. അയ്യോ, ഈ ബസ്സിലോ? മാറി നിൽക്ക്. അത് പറ്റില്ല. അതെന്താ? ഇതിൽ കുട്ടികളെ മാത്രമേ കയറ്റൂ. ഇപ്പോൾ മനസ്സിലായില്ലേ ഏന്റി? നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ.
അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എന്നെ കയറ്റിയാൽ കുഴപ്പമുണ്ടാകില്ല. അതെന്താ, നിങ്ങൾ ഇനി 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന? അതല്ലടാ, എന്നെ ആ സ്കൂളിലേക്ക് ഇന്ന് ക്ഷണിച്ചതാണ്. ഞാൻ ഇന്ന് ആ സ്കൂളിൽ ആഗസ്റ്റ് അല്ല, ഗസ്റ്റ് ആണേ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിക്ക്. ആ അതന്നെ, കേട്ടോടാ കേരറ്റെ. കേരറ്റ് അല്ല, കരാട്ട. ആ കരാട്ടക്കാരാ, ഞാൻ ഇന്ന് ആ സ്കൂളിൽ ഗസ്റ്റ്. അതുകൊണ്ട് എന്നെ ഈ ബസ്സിൽ കയറിയാൽ ആരും ഒന്നും പറയില്ല. താൻ ധൈര്യമായിട്ട് എന്നെ ഈ ബസ്സിൽ കയറ്റിക്കോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും സാരമില്ല, ഞാൻ ഈ ബസ്സിൽ നിങ്ങളെ കയറ്റില്ല. ഇപ്പോൾ സമാധാനമായില്ലേ? എടാ ചെറുക്ക, നീ വന്ന് വണ്ടിയിൽ കയറി, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ലേറ്റായി. ഈ പെണ്ണുങ്ങൾ കാരണമാണ് ലേറ്റ് ആയത്. ഇനിയും ലേറ്റ് ആയാൽ എന്നെ ആ പ്രിൻസിപ്പൾ വെച്ചേക്കില്ല. നീ വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ ഞാനോ? നിങ്ങൾ വല്ല ഓട്ടോയിലും കയറിക്കോ. നിങ്ങളോട് ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ബസ്സിൽ കയറ്റില്ലെന്ന്? ഇപ്പോൾ എന്തായി? നല്ല ശശിയായി. സാരില്ലട്ടാ, നിങ്ങൾ നടന്നോണ്ടങ്ങ് വന്നോ. ബായും പൊളിച്ച് നിൽക്കാണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനങ്ങ് പോകട്ടെ. എടാ ചെറുക്ക, ഈ ബസ്സിൽ മാത്രം എന്നെ കയറ്റാണ്ട് നിൽക്കൂ. ഇതിലൂടെ പല ബസ്സും പോകുന്നുണ്ട്, അതിൽ കയറി ഞാനങ്ങ് വന്നോളൂ, മനസ്സിലായാ? നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നോ ഏന്റി. നിങ്ങൾ മാറി നിൽക്കേണ്ടി, വണ്ടി ഓൺ അടിക്കുന്നുണ്ട്. എന്നാ ടാറ്റാ, ബൈ ബൈ. ആ കേരറ്റുകാരന്റെ വിചാരം അവന്റെ അടുത്താ ഈ ബസ്സുള്ളൂ എന്നാ. അവന് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. അവൻ കേരറ്റുകാരനായാലും സാരമില്ല, ബീട്രൂട്ടുകാരനായാലും സാരമില്ല. ഈ കുഞ്ഞാമിയെ തോൽപ്പിക്കുവാൻ അവനിക്കാവില്ല. എന്തായാലും അവനെത്തും മുന്നേ അവിടെ എത്തണം. ഓടാം നല്ല സ്പീഡില്. കുറച്ചും കൂടി ബേക്കോട്ട് നിൽക്കാം, എന്നാ നല്ല സ്പീഡ് കിട്ടും. ഇനി ഓടി ഓടി ആ ബസ് എത്തും മുന്നേ സ്കൂളിൽ ഞാനെത്തും. എടി പാ തൂ ടീ സ്റ്റാർട്ട്. എന്റെ മുട്ട പൊട്ടി. സ്പീഡ് കുറച്ച് കൂടിപ്പോയി എന്നാ തോന്നുന്നത്. ഭാഗ്യം ആരും കണ്ടിട്ടില്ല, വേഗം എഴുന്നേൽക്കാം. ഇനി സ്പീഡ് കുറച്ചിട്ടോടാം. എടി പോ തൂ ടീ സ്റ്റാർട്ട്. ഞാൻ ഓടുന്നില്ലല്ലോ, നടക്കുന്നല്ലേ. എന്തായാലും സാരമില്ല, ഇങ്ങനെ നടന്നുകൊണ്ട് ഓടാം. ഓ അമ്മിനി സൂപ്പർ ആയിക്ക്. അതന്നെ, ഇതിന് നിനക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. താങ്ക് യുടാ. എന്തായാലും മിസ്സേ, നിങ്ങൾ പഠിപ്പിച്ച ഡാൻസ് അടിപൊളിയായിക്ക്. അത് തന്നെ, എനിക്ക് തോന്നുന്നത് ഇതിനായിരിക്കും ഫസ്റ്റ് എന്നാ. ഒരുപാട് കുട്ടികൾ മത്സരിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടൽ അത്ര എളുപ്പമല്ല. മിസ്സേ, എന്റെ പ്രോഗ്രാം എപ്പാ? അടുത്തത് ഗ്രൂപ്പ് സോങ് ഉണ്ട്, അതും കഴിഞ്ഞിട്ട് നിന്റെ പ്രോഗ്രാമാണ്. ഓ എനിക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അമ്മിണി, ടെൻഷൻ അടിച്ചാൽ മുഴുവനും തെറ്റിപ്പോകും. നീ നന്നായി കളിക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ സ്റ്റേജിൽ നിന്നും കളിച്ചാൽ മതി. അതേടി അമ്മിണി, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അല്ല, തുളസിയല്ലേ ഇത്? എന്താ മിസ്സേ? എടി, നീ ഇവിടെ ഇവളുടെ വായി നോക്കി നിൽക്കുന്ന, നിനക്ക് പ്രോഗ്രാം ഒന്നുമില്ലേ? ഉണ്ട്. എന്നിട്ടാണ് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി ഡ്രസ് മാറ്റടി. അതെന്തിനാ മിസ്സേ, എന്റെ ഈ ഡ്രസ് തന്നെ പോരെ? എന്ത്, ഈ ഡ്രസ് തന്നെയാ? നീ അമ്മിണിയെ നോക്ക്, അവൾക്ക് ഡാൻസ് ഉള്ളത് കൊണ്ട് അവൾ ഡാൻസിന്റെ ഡ്രസ് ഇട്ടു. നിനക്കെന്ത് പ്രോഗ്രാം ആണുള്ളത്? ഡാൻസ് തന്നെയല്ലേ? ആ, എനിക്കും ഡാൻസ് ആണുള്ളത്. എന്നാ പോയി ഡ്രസ് മാറ്റടി, അവർ നിന്നെയും കാത്ത് നിൽക്കുന്നുണ്ടാകും. അങ്ങനെയാണ് മിസ്സേ, അവരെവിടെയാണുള്ളത്? നീ എന്റെ കൂടെ വാ. മിസ് വേണ്ടാത്ത പണിയാണ് എടുക്കുന്നത്. എന്ത് വേണ്ടാത്ത പണി? ആ തുളസിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് തന്നെ. അതിനെന്താടാ കുഴപ്പോ? അവൾ നന്നായി ഡാൻസ് കളിക്കും. നീ നോക്കിക്കോ, അവളുടെ കളി കണ്ടാൽ ബാക്കിയുള്ളവർ ഡാൻസ് കളിക്കും. എടാ സൽമാനെ, ഒരാളെ കൊണ്ടും അങ്ങനെ പറയരുത്. അത് തന്നെ, ഇവന് ആ തുളസിയെ കുറ്റം പറയൽ കുറച്ച് കൂടുതലാ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ലടാ, നമ്മുടെ പ്രോഗ്രാം വൈകുന്നേരമല്ലേ? അതെ, അപ്പോഴത്തേക്കും ഡ്രസ് മാറ്റിയാൽ മതി. എടാ, ശരിക്കും എനിക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ടെൻഷൻ ഒന്നും ആകണ്ടടി, എന്തിനാ ഈ ടെൻഷൻ? നീ അടിപൊളിയായി കളിക്കുന്നുണ്ട്. അതന്നെ, അതുപോലെ സ്റ്റേജിൽ നിന്നും അടിപൊളിയായി കളിച്ചാൽ മതി. തെറ്റാതെ കളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അല്ല ടീക്രു, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നിന്റെ ഏന്റി എവിടെ? ഏന്റി സ്കൂളിൽ വരുമെന്ന് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് വരുന്നില്ലേ? വരുന്നുണ്ട്. എങ്ങനെ? നടന്നിട്ട് തന്നെ. സ്കൂൾ ബസ് കയറാൻ കുറെ ശ്രമിച്ചു, പക്ഷെ നമ്മുടെ ഡ്രൈവർ സമ്മതിച്ചില്ല. എന്നിട്ട് നടന്നിട്ട് വരുന്നുണ്ട്. എന്നാൽ ഞാൻ പോകട്ടെടാ, അടുത്ത എന്റെ പ്രോഗ്രാമാണ്. ഞങ്ങളും വരുന്നേ, ഞങ്ങൾക്കും നിന്റെ പ്രോഗ്രാം കാണണ്ടേ? എന്നാ വാ. നടന്നു നടന്നു മനുഷ്യൻ തളർന്നു പോയി. ഈ സ്കൂളിൽ തന്നെ അല്ലേ ഞാൻ വന്നത്?
ആണല്ലോ, എന്നിട്ട് ഇവിടെ എന്താ ആരെയും കാണാത്തത്? ഓഹോ, അപ്പോൾ ഞാനാണ് സ്കൂളിൽ ഫസ്റ്റ് എത്തിയതില്ലേ? ആ ഇക്രു എന്നെ കൂട്ടാതെ ബസ്സിൽ കയറിപ്പോയതല്ലേ, എന്നിട്ട് അവനെത്തും മുന്നേ ഞാനിങ്ങെത്തി. അല്ലെങ്കിലും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനല്ലല്ലോ എന്നെ കൂട്ടാത്തത്, ആ ഡ്രൈവർ അല്ലേ. ആ ബസ് വരട്ടെ, അവൻ വരുമ്പോൾ തന്നെ എന്നെ മുന്നിൽ കാണണം. എന്നിട്ട് എന്നെ കണ്ടിട്ട് അവൻ അത്ഭുതപ്പെടണം, ഇത്ര പെട്ടെന്ന് ഞാനിങ്ങ് എത്തിയോ എന്നാലോചിച്ച്. ബസിന്റെ ഹോണല്ലേ കേൾക്കുന്നത്? ആ ബസ് തന്നെ, ബസ് തന്നെ. ഇങ്ങോട്ട് നിൽക്കാം, അവൻ എന്നെ കാണുമ്പോൾ അത്ഭുതപ്പെടണം. എന്തായാലും അവന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഓവറാക്കണം. ഈ കണ്ണടയും കൂടിയും വെക്കാം, എന്നാലേ സീനാകൂ. മാറി നിൽക്ക് പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ, ചെവി കേൾക്കുന്നില്ലേ? ഒന്ന് മുന്നിൽ നിന്ന് മാറ്. ആദ്യം നിനക്ക് കണ്ണ് കാണുന്നില്ലടാ, നീ ശരിക്കും എന്നെ ഒന്ന് നോക്ക്, ഞാൻ ആരാണെന്ന്. ഞാൻ കണ്ണട വെച്ചതുകൊണ്ട് നിനക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടാകില്ലല്ലേ? എന്റെ പെണ്ണുങ്ങളെ, എനക്ക് മനസ്സിലായിക്ക്. നിങ്ങൾ എന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നത്? ഒന്ന് മാറി നിൽക്ക്. ഇല്ല, നിനക്ക് എന്നെ മനസ്സിലായിക്കില്ല. ഓ അല്ല, ഇങ്ങക്കെന്നാ വേണ്ടത്? അത് എനിക്കൊന്നും വേണ്ട. പിന്നെ മുന്നിൽ നിന്നൊന്ന് മാറിക്കൂടെ? അല്ല, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. എന്ത് മനസ്സിലായിട്ടില്ല എന്ന്? നിങ്ങൾ ആ ഇക്രുവിന്റെ ഏന്റി അല്ലേ? അപ്പോൾ എന്നെ മനസ്സിലായിക്കില്ലേ? നിങ്ങൾക്ക് എന്നാ വേണ്ടത്? നിങ്ങൾ എന്തിനാ ബസിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്? എടാ ഡ്രൈവറെ, നീ എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത്? നീ എന്നെ നോക്ക്, നീ ബസ് കൊണ്ടാണ് ഇവിടെ വന്നത്, ഞാൻ നടന്നിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് ആരാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത്? നീ തന്നെ പറ. ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താക്കാനാ? ആദ്യം നീ പറ. എന്നെ ബസ്സിൽ കയറ്റാതെ നീ ഓവറാക്കി ബസ്സും കൊണ്ട് വന്നതല്ലേ, എന്നിട്ട് നിന്നെ കാട്ട മുന്നേ ഞാൻ സ്കൂളിൽ എത്തിയില്ലേ, അത് നടന്നിട്ട്. ഓ എന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾ നടന്നിട്ടോ പറന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും വന്നോ. പക്ഷേ ഞാനിത് മൂന്നാമത്തെ ട്രിപ്പും കൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. എന്ത്? ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം വരുന്നതെന്ന്. ആദ്യം വന്ന് കുട്ടികൾ ഇറക്കിപ്പോയി, പിന്നെയും വന്ന് കുട്ടികൾ ഇറക്കിപ്പോയി, പിന്നെയും വരുന്നതാണിത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്? അയ്യേ, ഇയാള് 3 പ്രാവശ്യം ഇവിടെ വന്നു പോയോ? എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്? ഛേ, വെറുതെ ഓവറാക്കി കണ്ണടയാക്കി വെച്ചു, മാറ്റിയേക്കാം. ഞാൻ വെറുതെ തന്നെ പറ്റിച്ചതാ, ഞാൻ നേരത്തെ ഇവിടെ എത്തിക്ക്. ഇനി ഓരോന്ന് തള്ളണ്ട, ഒന്ന് മുന്നിൽ നിന്ന് മാറി തരുമോ? ഹോ ശല്യം. എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങിക്കോ. ഈ പെണ്ണുങ്ങൾ ബസ് മുന്നോട്ടെടുക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും ഇറങ്ങിക്കോ. അല്ല, ഞാൻ സമ്മതിക്കാണ്ടൊന്നുമില്ല, താൻ ബസ് മുന്നോട്ടെടുത്തോ. തൽക്കാലം എടുക്കുന്നില്ല. എന്താ? ഒന്നുമില്ല. കണ്ണടയിട്ടൊന്ന് ഓവറാക്കാന്ന് വിചാരിച്ചതാ, അതിനും സമ്മതിക്കുന്നില്ല. ഇനി സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ മുന്നിൽ നിന്നും കണ്ണടയിടാം. എടാ, അമ്മിനെ അടിപൊളിയായിട്ട് കളിച്ചു അല്ലേ? എവിടെയും തെറ്റിയിട്ടില്ല, അവൾ സൂപ്പറായിട്ട് കളിച്ചു. അവൾ എന്നെ പോലെ തന്നെയാ, എല്ലാം സൂപ്പറായിട്ടേ കളിക്കൂ. അതെവിടുന്ന? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ഇക്രു, ഞാനും ഇങ്ങനെ തന്നെയാ, എല്ലാം സൂപ്പറായിട്ടാ കളിക്കാന്. നിന്റെ പ്രോഗ്രാം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് കാണാം. ഈ തുളസി അല്ലേ ഇത്? ഇവൾ പോയില്ലേ? നീ കണ്ടോ? ഞാൻ പൊളിക്കും. എടി തുളസി. ഓ മിസ്സോ, എന്താ മിസ്സേ? എടി, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മിസ്സിന് കണ്ണ് കാണുന്നില്ലേ മിസ്സേ? ഞാൻ നിൽക്കുന്നതല്ലോ, ഇരിക്കുന്നതല്ലേ. അതല്ല, നിനക്ക് പരിപാടിയൊന്നുമില്ലേ? നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ നിന്റെ പരിപാടി എപ്പാ നീ കളിക്കുക? അതിന്റെ സമയമായോ? നല്ല ആള്, നിന്നെ ഞാൻ പരിപാടിക്കുള്ള ഡ്രസ്സ് മാറാനല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, അപ്പോൾ നീ ഇവിടെ വന്ന് ഈ പരിപാടി കണ്ടിരിക്കുകയാണോ? അത് മിസ്സേ, ഞാൻ അമ്മിനിയുടെ പരിപാടി കണ്ടപ്പോൾ ഇവിടെ ഇരുന്നതാ. ഇനി നിന്റെ ഡാൻസിന്റെ ഡ്രസ്സൊക്കെ നീ എപ്പാ മാറ്റുക? ഞാൻ ഇപ്പോൾ പോയി വേഗം മാറ്റാം മിസ്സേ. ഹേയ് വേണ്ട വേണ്ട, അടുത്ത നിന്റെ ഒരു സോങ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നീ ഡ്രസ്സ് മാറാൻ പോട്. ഇവൻ എന്നാ ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നത്? എടാ ഇക്രു, വല്ലതും വീണ് പോയിനോ? ആടാ, വീണടാ, വീണ്. വീണോ? എന്നാ വീണത്? എവിടെ വീണത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. വീണതെന്റെ മുഖത്താടാ, മുഖത്ത്. മുഖത്ത് വീണാൽ മുഖത്തല്ലേ നോക്കേണ്ടത്, കാലിലാണോ? അതിനാരാടാ പൊട്ട കാല് നോക്കിയത്? നീ എന്റെ മുഖം നോക്ക്, വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഹായ്, നല്ല മുഞ്ചുണ്ട് കാണാൻ, കവിളൊക്കെ നല്ല ചുവന്ന് തൊടുതൊടുത്തിരിക്കുന്നു. നീ കുനിഞ്ഞിരുന്ന് ആരും കാണാതെ മേക്കപ്പ് ഇടുകയാണല്ലേ? അല്ല, ഒരു കവിളിൽ മാത്രമാണല്ലോ മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് എണക്കുംതാടാ, ഞാനും ഒന്ന് മുഞ്ചാകട്ടെ. ഇപ്പൊ നീ മേക്കപ്പ് ഇട്ട് സന്തോഷായില്ല? എന്ത്? നീ എന്തിനാണ് എന്റെ മൂക്കടിച്ച് പരത്തിയത്? നീയല്ല പറഞ്ഞത് ഞാൻ ഇട്ട പോലത്തെ മേക്കപ്പ് നിനക്കും വേണമെന്ന്. എടാ, നീ ഇത് കണ്ടാ? എന്ത്? അവളുടെ കുട്ടിച്ചൂര് പോലത്തെ മുടിയാ. ഈ മുടി കൊണ്ട് അവൾ എന്നെ അടിച്ചടാ. അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അവൾ
മുടി വന്ന് നിന്റെ കവിളിൽ വീണതല്ലേ? അത് സാരമില്ല, അത് സില്ലി കാര്യമല്ലേ. എന്ത് സില്ലി കാര്യമെന്നോ? എനിക്ക് കവിൾ ഇപ്പോഴും വേദനയാകുന്നുണ്ട്. അവളുടെ മുടി കൊണ്ട് ഇങ്ങനെ പലപ്പോഴും എനിക്ക് അടികിട്ടിയപ്പോൾ ഞാൻ നിന്നോട് പറയാറില്ലേ, അപ്പോൾ നീ എന്താ പറയാറ്? സില്ലി കാര്യമെന്ന്. അങ്ങനെ എന്നെ അടിക്കുമ്പോൾ മാത്രം സില്ലി ആക്കണ്ട, നിന്നെ അടിക്കുമ്പോഴും സില്ലി ആക്കിയാൽ മതി. എന്നാൽ ശരി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? ആ മിസ്സേ. അല്ല, അടുത്തത് നിന്റെ പാട്ടാണ്. നീ പാട്ടൊക്കെ പഠിച്ചതല്ലേ? അതൊക്കെ ഞാൻ പണ്ടേ പഠിച്ചിന്. മിസ്സിന് കേൾപ്പിച്ചു തരണോ? ഹേയ് വേണ്ട, നീ സ്റ്റേജിൽ നിന്നും അടിപൊളിയായിട്ട് പാടിയാൽ മതി. മിസ് ഒന്ന് കേട്ടു നോക്ക്. വേണ്ട, കേൾക്ക് മിസ്സേ, ഞാൻ പാടിത്തരാം. വേണ്ട, വേണം, ഞാൻ പാടിത്തരാം. ആ, ഞാൻ വരുന്നേ. പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി വരാം. പ്രിൻസിപ്പളാ? നല്ല രസമുണ്ട് കേൾക്കാൻ. പ്രിൻസിപ്പൾ. എടാ ഇക്രു, നിനക്കൊരു ബിറ്റ് കേൾക്കണോ? മിസ് പറയുകയാണ് പ്രിൻസിപ്പൾ എന്ന്. നല്ല ബിറ്റില്ല അത് കേൾക്കാൻ. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ബിറ്റില്ലേ? ബിറ്റില്ലെങ്കിൽ ബിറ്റുണ്ടാകണ്ട, നീ ഇങ്ങനെ നോക്കല്ലാടാ. അല്ലടി ഇക്രു, നിന്റെ കവിളെന്താ ഇങ്ങനെ ചുവന്ന് നിൽക്കുന്നത്? ഓ, നീ മേക്കപ്പ് ഇട്ടതാണല്ലേ? നല്ല രസമുണ്ട് കാണാൻ. അല്ലടാ, ഒരു കവിളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇപ്പുറത്തെ കവിളിലും കൂടി മേക്കപ്പ് ഇട്. ആഹാ, എന്നാൽ നീ എന്റെ ഇപ്പുറത്തെ കവിളും കൂടി അടിച്ചു പരത്തടി. എന്ത്? ഇന്ന എന്റെ ഇപ്പുറത്തെ കവിളും കൂടി അടിച്ചു പരത്തുവാൻ. എന്താടാ ഇക്രു? എന്നാ ശരിക്കും സംഭവം? എടാ ഇക്രു, അവിടെ നിൽക്ക്. ഞാൻ അടിച്ചത് കൊണ്ടായിരിക്കും അവൻ കരഞ്ഞത്. ഹേയ്, അവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അടിച്ചത്, പിന്നെന്തിനാ അവൻ കരയുന്നത്? വേറെന്തോ ഒരു പ്രശ്നം അവനുണ്ട്. എടാ ഇക്രു, അവിടെ നിൽക്ക്. ഞാൻ പോകുന്ന. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക് തന്നെ. ഷെയിം. എന്താ നീ എന്നാടാ ചെറിയ കുട്ടികളെ പോലെ മൂക്കും നെൽപ്പിച്ച് ഇങ്ങനെ കരയുന്നത്? പിന്നെ വേദനയായാൽ കരയില്ല. എടാ ഇങ്ങനെ കരയില്ലേ, ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ, നിന്നെ എല്ലാവരും കളിയാക്കും. എടാ അവളെന്നെ അടിച്ചടാ. നീ അടിക്കാൻ പറഞ്ഞത് കൊണ്ടല്ലേ അവൾ അടിച്ചത്. ഞാനൊന്ന് പറയുമ്പോഴത്തേക്ക് അവളെന്നെ അടിക്കണ. പിന്നെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, അത് നീ ചോദിച്ചു വാങ്ങിയതാ. നീ വിഷമിക്കാതെടാ, നമുക്ക് ഇതിനിട്ടൊരു പണി അവക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അവളെ പോയി അടിക്കുവാനായിരിക്കും അല്ലേ? അതല്ല, അവക്കൊരു പണി കൊടുക്കണ്ടേ? എന്ത് പണി? അവളുടെ ആ കുറ്റിച്ചൂല് പോലത്തെ മുടി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അവളുടെ ആ മുടിയിൽ തന്നെ നമുക്ക് പണി കൊടുക്കാം. നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവളുടെ ആ മുടി നമുക്ക് മുറിച്ചു കളയാം. നീ എന്താടാ പറയുന്നത്? മുടി മുറിച്ചു കളയുവാനാ? പല പ്രാവശ്യമായി അവൾ ആ മുടി കൊണ്ട് എന്റെ മുഖത്തിട്ട് അടിക്കുന്നു. അത് മുറിച്ചു കളയുകയല്ലാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. എടാ, നീ വെറുതെ ഓരോരോ പ്രശ്നത്തിൽ തലവെക്കണ്ട. നീ ഒന്നും പറയണ്ട, ഞാനത് തീരുമാനിച്ചു. അവളുടെ മുടി എനിക്ക് വെട്ടണം. നീ എന്റെ കൂടെ നിൽക്കുമോ? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ എന്താ, പറ്റില്ലേ? അല്ലടാ, നിനക്ക് പറ്റുമോ ഇല്ലയോ? ഞാൻ കൂടെ നിൽക്കാം. എന്നാൽ ശരി, നീ വാ. ഓ നാശം, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? വല്ല പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ? ഞാനൊരു മാഷാണെന്നുള്ള ബോധമില്ല ആ പ്രിൻസിപ്പലിന്. നമ്മുടെ പാട്ടിന്റെ മാഷല്ലേ അത്? ആ മാഷടുത്ത് പോയിട്ട് 2 പാട്ടങ്ങ് പഠിക്കണം. എന്നിട്ട് വേണം സ്റ്റേജ് മേൽ കയറിയിട്ട് നല്ലോണം അങ്ങ് പാടാൻ. ഏത് പരിപാടിയാ? ഇതൊന്നാ കോഴി മനുഷ്യനാ? നാന്താ കോക്കാച്ചി. ഏത് കോക്രാച്ചി? കോക്കടാച്ചല്ല, കോക്കാച്ചി. നാണങ്ക് സേവം കാത്തുനിന്ന് വരുന്നത്. ഇതെന്ത് ഭാഷ? എന്റെ അല്ലോ, ഇത് കാട്ടുന്ന് വന്ന എന്തോ ഒരു ജീവിയാണെന്നാ തോന്നുന്നത്. ഇതിനെങ്ങനെ ഇവിടെ നിന്നും ഒന്ന് പറഞ്ഞു വെക്കുക? എന്റെ കൂടെ ഇനി 3 പേരുണ്ട്. അവരെ നിങ്ങ കണ്ടോ? എന്ത്? ഉങ്കക്ക് നാ പറയുന്നത് തിരിയില്ലേ? തിരിയില്ലേന്ന്? തിരിയാനാണെന്ന് തോന്നുന്നു. തിരിഞ്ഞു നിൽക്കാം. ആ കോക്കാച്ചി, ഞാൻ തിരിയാം. എന്റെ അല്ലോ, എന്നോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് ഈ കോക്കാച്ചി വന്നിട്ട് എന്റെ ബാക്കിൽ നിന്ന് കടിച്ചിട്ട് എന്നെ കാട്ടിൽ കൊണ്ടുപോയിടുമോ? ഇനി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. ഇഷ്ടപ്പെട്ടു. എന്ത്? ഉങ്ങളെ എനക്ക് ഇഷ്ടപ്പെട്ടൂന്ന്. എന്നെ ഇഷ്ടപ്പെട്ടെന്നാ? ഇഷ്ടപ്പെടണ്ട. എന്റെ അല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെയും കൂട്ടിട്ട് കാട്ടു പോകാനായിരിക്കും പ്ലാൻ ഇട്ടത്. കോക്കാച്ചി,
എന്താ? ഇത് കാടല്ല, നാടാണ്. നീ കാട്ടിലേക്ക് പോട് പോട്. ഞാൻ പോകും. പസങ്കില് അനക്ക് കുറച്ച് പണിയുണ്ട്. ആടാ, അത് ഏന്റി തന്നെയാ. അല്ല, നിന്റെ ഏന്റി ഇതാരോടാ സംസാരിക്കുന്നത്? ആ, എനിക്കറിയില്ല. ഇനി നമ്മുടെ നാടകത്തിന് വേണ്ടിയിട്ട് വേഷം മാറിയതായിരിക്കുമോ? ഹേയ്, അതൊന്നുമല്ലടാ. ഇത് നമ്മുടെ സ്കൂളിലത്തെ ഒരു കുട്ടിയുമല്ല. എന്തായാലും വാ, നമുക്ക് പോയി നോക്കാം. എന്റെ പൊന്നി കോക്കാച്ചി, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പോകട്ടെ? പോകല്ല, എനിക്ക് പോകണം. എന്റെ അല്ലോ, ഞാൻ എങ്ങനെയാ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക? ഓടിയാൽ ഈ കോക്കാച്ചിയും എന്റെ പിന്നാലെ ഓടുമോ? ഇക്രു വിളിക്കുന്നത് കേട്ടിട്ടായിരിക്കും ഈ കോക്കാച്ചിയും എന്നെ എങ്ങനെ വിളിക്കുന്നത്. എടാ കോക്കാച്ചി, ഞാൻ ആ ഇക്രുവിന്റെ ഏന്റി അല്ല. അത് വേറെ ഏന്റി, ഇത് വേറെ ഏന്റിയാ. ഞാൻ വേറെ ഏതോ ഏന്റിയാ. നീ അങ്ങ് പോട്, ഞാൻ ഇങ്ങ് പോകും. ഓക്കേ? എടാ ഇക്രു, നിന്റെ ഏന്റിക്ക് വട്ടായ? ഞാനിങ്ങ് വരുന്നത് വരെ ഒരു വട്ടമില്ലായിരുന്നു. ഇപ്പോൾ എന്നാ പറ്റിയത്? ഏ പയ്യ. പയ്യനാ? പയ്യെന്ന് ആൺകുട്ടിയെയല്ലേ പറയുക? അപ്പോൾ പെൺകുട്ടിയെ എന്നാ പറയുക? പയ്യി എന്നായിരിക്കും. കോക്കാച്ചി, ഞാൻ പയ്യനല്ല, പയ്യ. ഞാൻ അന്തർ കുട്ടികളെയാണ് വിളിച്ചത്. അതാരാ? സുക്രു. അല്ല, അത് സുലൈമാന്റെ സൂയും ഇക്രുവിന്റെ ക്രൂവും കൂട്ടിട്ട് സുക്രു എന്ന് വിളിച്ചു പോയതാ. ഇവിടുന്ന് കളിക്കുന്നത്. എടാ, ഇവിടെ ഒരു കോക്രാച്ചി. എന്ത്? ഏന്റിയല്ലേ പറഞ്ഞത് കോക്രോച്ച് ഉണ്ടെന്ന്? അതല്ലടാ, നീ അത് നോക്ക്. ഞാൻ അതാണ് പറഞ്ഞത്. അതാരാ? അതാണ് കോക്രാച്ചി. കോക്രാച്ച് അല്ല, കൊക്കാച്ചി. കണ്ട, അത് തന്നെ. ഇതേതോ ഒരു കാട്ടിൽ നിന്ന് വന്ന ജീവിയാടാ. ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞേക്ക്. ഇത് ജീവിയൊന്നുമല്ല ഏന്റി, മനുഷ്യൻ തന്നെയാ. അല്ലടാ, നീ അതിന്റെ തലയിൽ കണ്ട കോഴിയുടെ വാലൊക്കെ. നിങ്ങളാരാ? ഞാൻ കോക്കാച്ചി. ഞാൻ അങ്ങ് സേവം കാത്തു നിന്ന് വരുന്നത്. ഏടാ, നിനക്ക് മനസ്സിലായില്ലേ? അയാളുടെ പേരാണ് കോക്കാച്ചി എന്ന്. അയാൾ കാട്ടിൽ നിന്നാണ് വരുന്നത്. ഓ, അപ്പോൾ കാട്ടുവാസിയായിരിക്കുംലേ? അതെ, ഞാൻ കാട്ടിലാണ് വസിക്കുന്നത്. എന്റെ കൂടെ ഇനി 3 പേർ ഇരിക്കെ. മനസ്സിലായില്ലേ? അയാളുടെ കൂടെ നമ്മൾ 3 പേരും കൂടെ ഇരിക്കുവാൻ. അതിനയാൾ ഇരുന്നിട്ടാണ് ഉള്ളത്? അതൊന്നുമല്ല അയാൾ പറഞ്ഞത്. അയാളുടെ കൂടെ ഇനി 3 പേരുണ്ടെന്നാ. എന്റെ ഭാഷ ഉങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? എന്നാൽ ഉങ്ങളെ മലയാളം ഭാഷ എനക്ക് മനസ്സിലാകുന്നുണ്ട്. എടാ, അയാൾക്ക് മസാല ദോശ വേണമെന്ന്. മസാല ദോശ എന്നല്ല പറഞ്ഞത്, മലയാളം ഭാഷാണ്. ഞങ്ങളുടെ കാട്ടില് കുറച്ചു പേർക്ക് മലയാളം ഭാഷ മനസ്സിലാകൂ. അനക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്റെ കൂടെയുള്ള ബാക്കി 3 പേരെ കണ്ടിനോ? ഇല്ല കൊക്കാച്ചി, ഞങ്ങൾ കണ്ടിട്ടില്ല. ആണോ? എന്നാ ഞാൻ പോയി അവരെ കണ്ടുപിടിക്കട്ടെ. എടാ, ഇത് അപകടമല്ലേ? എന്ത് കണ്ടുപിടിക്കുന്നതാ? അതല്ലടാ, അവരെന്തിനാ സ്കൂളിലേക്ക് വന്നത്? പൊട്ടന്മാരെ, അത് നിങ്ങൾക്കറിയില്ലേ? ഇല്ല, എന്തിനാ? എനക്കും അറിയില്ല. എടാ സൽമാനെ, അവർ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കുമോ? അങ്ങനെയായിരിക്കുമോ? എന്റെ അല്ലോ, വാടാ, നമുക്ക് പോയി നോക്കാം. നീ ഇബാടെയാണോ ഉള്ളത്? ഞാൻ നിങ്ങളെ എവിടെയെല്ലാം നോക്കി നടന്നിനെ. ഞങ്ങൾ എവിടെ തന്നെ ഉണ്ടായിരുന്നു അണ്ണാ. അപ്പടിയാ? അല്ല, ബാക്കിയുള്ളവർ എങ്കയാ ഉള്ളത്? അവർ അങ്ങേ ഉണ്ട്. അണ്ണൻ ബാ. ഇവരെന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാടാ ശരിക്കും തോന്നുന്നത്? കാട്ടുവാസികൾ തന്നെ, അല്ലാണ്ട് വേറെന്താ? അതല്ലടാ, ഇത് ആണും അത് പെണ്ണുമാണ്. ഇതാണോ നിങ്ങൾ വലിയ കാര്യമായിട്ട് കണ്ടുപിടിച്ചത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? സത്യമൊക്കെ തന്നെ, പക്ഷെങ്കിൽ അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വേറെന്താടാ? ഇവർ ശരിക്കും ആരാണ്? ഇവർ ശരിക്കും എന്തിനാണ് ഇവിടെ വന്നത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ 2 പേരും ഒന്ന് മിണ്ടാതിരിക്കുമോ? അവർ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യം എന്താണെന്ന്. ഓഹോ, അങ്ങനെയാ? അത് നീ ആശയ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് വാങ്ങിത്തരും. എടാ, ആശയ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കും അത് വാങ്ങിക്കൊടുക്കുമെന്ന് അത് പറയുന്നത്. ആശയന്റെ മൈമൂനത്തിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. അവൾ ആശിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് വാങ്ങിക്കൊടുക്കുമെന്നാ. നമുക്ക് സന്തോഷമായി അണ്ണ. പിന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുവാൻ ഞാൻ 3 എണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എടാ, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തോ 3 എണ്ണം കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് തന്നെ. അത് 3 എണ്ണത്തില് 2 ആണും 1 പെണ്ണുമാണുള്ളത്. എടാ, നീ കേട്ടാ? 2 ആണും 1 പെണ്ണുമെന്ന്. അതിന് നിങ്ങൾ എന്തിനിങ്ങനെ വായും പൊളിഞ്ഞു നിൽക്കുന്നത്?
ഏന്റി അത് നമ്മളെ കൊണ്ടാ പറഞ്ഞത് രണ്ടാണിനെയും ഒരു പെണ്ണിനെയും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന്. അങ്ങനെയാ? എന്നാൽ ഞാനും പായുമ്പോൾ നിൽക്കാം. ഇല്ലല്ലോ, എന്തിനാ നമ്മളെ 3 പേരെയും അവർ കൊണ്ടുപോകുന്നത്? എന്നാൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് മസാല പരത്തി ചുട്ടു തിന്നാം. എന്റെ അല്ലോ, മസാല പരട്ടി ചുട്ടു തിന്നാം എന്നല്ലേ പറഞ്ഞത്? അത് തന്നെ. അണ്ണ, ഞാൻ ആദ്യമേ പറയാം, എനിക്ക് 1/4 പീസ് തന്നെ വേണം. ആടി തങ്കച്ചി, ഞാൻ നിനക്ക് 1/4 പീസ് തന്നെ തരും. എടാ, അതെന്നാടാ അവർ പറയുന്നത്? ആ പെണ്ണിന് നമ്മുടെ 1/4 പീസ് തന്നെ വേണമെന്ന്. എന്റെ അല്ലോ, എന്റെ കാല് ഞാൻ കൊടുക്കില്ല. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവരങ്ങ് എടുക്കും. അപ്പോൾ ഞാൻ പറയും, എന്റെ കാല് ചാണകം ചേട്ടിയ കാല, വേണമെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും കാലെടുത്തോ എന്ന്. ഒരു തങ്കച്ചി, അതൊക്കെ രാത്രിയുള്ള കാര്യമല്ലേ? നമുക്കിപ്പോൾ ഇങ്ങ് വന്ന കാര്യം പൂർത്തിയാക്കാം. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ പറഞ്ഞ സാധനവും നാം പറഞ്ഞ സാധനവും ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാം. എനിക്ക് സൗണ്ട് ഉണ്ടാക്കില്ല. എടാ, അവരിന്ന് രാത്രി നമ്മളെ തിന്നുന്ന കാര്യമാടാ പറയുന്നത്. ഇന്ന് രാത്രി ഈ ഇക്രു ഷവായി ഇക്രു ആയിരിക്കും, ഈ സുലൈമാൻ അൽഫാം സുലൈമാനുമായിരിക്കും. അപ്പോ ഇങ്ങളെ 2 പേരെയും തിന്നാൽ തന്നെ അവരുടെ വയറ് ഫുള്ളാകും. അപ്പോൾ എന്നെ അവർ വെറുതെ വിട്ടയക്കും. ഓലക്കിയ ഇങ്ങളെ പിടിച്ചിട്ട് അവർ മന്തിയാക്കും. അത് തന്നെ, കുഞ്ഞാമി മന്തി. ഇവിടെ നിന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. അത് തന്നെ, നമുക്ക് ഈ കാര്യം വേഗം ടീച്ചേഴ്സിനെ അറിയിക്കാം. എന്നാൽ ഇവരുടെ കണ്ണ് പെടുമ്പോ വേഗം ഓടിക്കോ. എന്റെ അല്ലോ, ഇങ്ങോട്ട് ഓടിയത്? യാറത്? നീങ്ങളോ? ഞാനല്ല. വറു വറു. അതിന് ഞാനല്ല ഇത്. എന്ത്? നിങ്ങൾ തന്നെയല്ലേ ഇത്? അല്ല, ഇത് ഞാനല്ല, ഞാൻ വേറെ എടിയോനുള്ളത്. അനക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനുഷ്യനല്ല, ഞാനൊരു പൂച്ചയാ. കണ്ടോ? എന്റെ രക്ഷപ്പെട്ട്. ഇങ്ങനെ ആക്കിയിട്ട് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അണ്ണ, എനിക്ക് ആ പൂച്ചയെ ഇഷ്ടപ്പെട്ടു. ആ പൂച്ചയെ ഒന്ന് പിടിക്കണ്ണ. എന്റെ അല്ലോ, എന്നെ പിടിക്കുന്ന കാര്യാ പറഞ്ഞത്. എന്റെ അല്ലോ, അവർ ഓടിക്കളഞ്ഞ്. അണ്ണൻ അവർ അറിയുമോ? നേരത്തെ കൊഞ്ചം സംസാരിച്ചിന്, ആ പരിചയമുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് അണ്ണ അല്ലേ, ഈ നാടും ഇവരുടെ കളിയുമൊക്കെ. അതെ അതെ.